നമസ്തേ. 9ാം ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ എത്തി. കഴിഞ്ഞ ക്ലാസ്സിൽ സംസ്കൃതവൽക്കരണത്തെക്കുറിച്ചും സംസ്കൃതവൽക്കരണത്തിന്റെ വിമർശനത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ സംസ്കൃതവൽക്കരണം പോലെ തന്നെ ഉള്ള മറ്റൊരു സാംസ്കാരിക മാറ്റം ഉണ്ടാകുവാൻ കാരണമായ ഒരു പ്രക്രിയയാണ് പാശ്ചാത്യവൽക്കരണമെന്നും അതുപോലെ തന്നെ ആധുനികവൽക്കരണം, മതേതരവൽക്കരണം. ഇനി ആ 3 കാര്യങ്ങളാണ് നമുക്ക് ബാക്കി പഠിക്കാനുള്ളത്. അപ്പോൾ സംസ്കൃതവൽക്കരണം എന്ന പദം വികസിപ്പിച്ചത് MN ശ്രീനിവാസൻ എന്ന് പറഞ്ഞിരുന്നു. അത് വികസിപ്പിച്ചതിനൊപ്പം തന്നെ അദ്ദേഹം തന്റെ പഠനങ്ങളിലൂടെ കണ്ടെത്തിയ ഒരു ആശയമാണ്, സാംസ്കാരിക മാറ്റത്തിന് വഴിയൊരുക്കിയ ഒരു പ്രക്രിയ എന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ട ഒരു പേരാണ് ഈ പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ പദം MN ശ്രീനിവാസനാണ് വികസിപ്പിച്ചത്. സംസ്കൃതവൽക്കരണവും പാശ്ചാത്യവൽക്കരണവും MN ശ്രീനിവാസന്റെ സംഭാവനകളാണ് സമൂഹശാസ്ത്രത്തിന്റെ. ഓക്കെ, അപ്പൊ ഇനി അത് എന്താണെന്ന് MN ശ്രീനിവാസൻ നിർവചിക്കുന്നുണ്ട്. പാശ്ചാത്യവൽക്കരണം എന്ത് എന്ന്, സംസ്കൃതവൽക്കരണം എന്തെന്നും നമ്മൾ നിർവചിച്ചിരുന്നു അല്ലെ. അതുപോലെ ഇവിടെയും എന്താണ് പാശ്ചാത്യവൽക്കരണം എന്ന് MN ശ്രീനിവാസൻ നിർവചിക്കുന്നു. 150 വർഷത്തിലേറെ ആയിട്ട് ബ്രിട്ടീഷുകാരിവിടെ ഭരിച്ചിട്ടുണ്ട് അല്ലെ. 150-ലേറെ വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി ഇന്ത്യൻ സമൂഹത്തിലും സംസ്കാരത്തിലും ഉണ്ടായ മാറ്റങ്ങളാണ് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അത് നിർവചനം എഴുതിയ സമയത്ത്, ആ പുസ്തകം എഴുതിയ സമയത്ത്, സോഷ്യൽ ചേഞ്ച് ഇൻ ഇന്ത്യ എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ പുസ്തകം എഴുതിയ സമയത്ത് 150 വർഷത്തിലേറെയായിട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നിർവചനം അങ്ങനെ കൊടുത്തിരിക്കുന്നത്. 150-ലേറെ വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ ഫലമായി ഇന്ത്യൻ സമൂഹത്തിലും സംസ്കാരത്തിലും ഉണ്ടായ മാറ്റങ്ങളെയാണ് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. ഇനി അത് എന്താന്ന് വെച്ചാൽ പാശ്ചാത്യ ജീവിത രീതി അനുകരിക്കുന്ന ഒരു പ്രക്രിയയാണ് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ അനുകരണം എന്ന് പറയുമ്പോൾ അത് വേഷത്തിലാകാം, ഭാഷയിലാകാം, ആഹാര രീതിയിലായിരിക്കാം, കലകളിലായിരിക്കാം. അങ്ങനെ എല്ലാ സംസ്കാരത്തിന്റെ എല്ലാ തലങ്ങളിലും നമ്മൾ അനുകരിക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ചിലപ്പോൾ ഒരു നിർവചനമൊക്കെ ചോദിക്കാം, ഇത് വികസിപ്പിച്ച ഈ പദം കണ്ടുപിടിച്ചത് ആരെന്നൊക്കെ ചോദിക്കാം. ഇനി പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്ന ഒരു ആശയം അദ്ദേഹം പഠനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായത് 3 തലങ്ങളിലായിട്ടാണ് ഈ പാശ്ചാത്യവൽക്കരണം എന്ന ഒരു പ്രക്രിയ നടക്കുന്നത്. ആ പാശ്ചാത്യരുടെ സ്വാധീനം മൂലം ഇന്ത്യയിൽ ഉണ്ടായ മാറ്റങ്ങൾ, അതാണ് പാശ്ചാത്യവൽക്കരണം. അപ്പോൾ ബ്രിട്ടീഷുകാരെ അനുകരിക്കുന്ന ഒരു രീതി എന്നാണ് ചുരുക്കി പറഞ്ഞാൽ. അത് 3 തലങ്ങളിലാണ് ഇന്ത്യയിൽ കണ്ടത് എന്നാണ് പറയുന്നത്. ഒന്നാമത്തത്, പാശ്ചാത്യ സംസ്കാരവുമായി നേരിട്ട് സമ്പർക്കത്തിൽ നിന്നും ആ സംസ്കാരം നമ്മൾ ഉൾക്കൊള്ളുന്നു. ഇതൊരു ഉപസംസ്കാരമായി, സംസ്കാര രീതിയായിട്ട് ഇന്ത്യയിൽ കണ്ടിരുന്നു എന്നാണ്. ഇതിനെ ഒന്നും കൂടി വിശദീകരിച്ച് പറയും. ഇത് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത് അതുപോലെ ഞാൻ എഴുതിയതാണ്. പാശ്ചാത്യ സംസ്കാരവുമായുള്ള നേരിട്ടുള്ള സമ്പർക്കത്തിൽ നിന്നും ആ സംസ്കാരം ഉൾക്കൊള്ളുന്നു. അത് ഒരു ഉപസംസ്കാര രീതിയായി ഇന്ത്യയിൽ കണ്ടിരുന്നു. ഉദാഹരണത്തിന്, ഞാനിപ്പോ പണ്ട് കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ വീട്ടില് ജോലിക്ക് നിൽക്കുന്നു. അവിടുത്തെ അടുക്കള പണിയാണ് എൻ്റെ ജോലി. പക്ഷെ ഞാനപ്പോൾ സ്ഥിരമായിട്ട് അവിടെ ഉണ്ടാക്കുന്നത് എന്നെ ജോലിക്കാക്കിയിരിക്കുന്ന ആള് കഴിക്കുന്ന ആഹാര രീതികളൊക്കെയാണ് ഞാൻ അവിടെ പാചകം ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് ചിലപ്പോൾ ബ്രെഡും ഓംലെറ്റുമായിരിക്കാം, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ കഴിക്കുന്ന രീതിയിൽ ചിക്കനെയൊക്കെ വെറുതെ റോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ മുകളിൽ ഗാർണിഷ് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ചിക്കൻ കഴിക്കുന്നത്. പിന്നെ ഞാൻ ചിലപ്പോൾ എൻ്റെ ആഹാരത്തിൽ ഫ്രൂട്ട് ജ്യൂസ് ഒരു ഭാഗമാക്കാം. പിന്നെ മുട്ടയുടെ തന്നെ പല വിഭവങ്ങളൊക്കെ പാശ്ചാത്യർ ഉണ്ടാക്കുന്ന രീതിയിലൊക്കെയാണ് ഞാൻ അവിടെ പാചകം ചെയ്യുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ എൻ്റെ മുകളിലിരിക്കുന്ന, എന്നെ ജോലിക്ക് നിർത്തിയിരിക്കുന്ന അയാളുടെ പഴയ വസ്ത്രങ്ങളൊക്കെ ചിലപ്പോൾ എനിക്ക് തരാം. ഞാനപ്പോൾ ആ വസ്ത്രങ്ങൾ എനിക്ക് അയാൾ ഇടുന്നത് കണ്ട് കൊതിച്ച് മോഹമുണ്ട്. പക്ഷെ ഈ പഴയ വസ്ത്രം ഇദ്ദേഹം തന്നപ്പോഴും ഞാൻ ആ വസ്ത്രം കൊണ്ടുപോയിട്ട് ഞാനത് എനിക്കായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ പാശ്ചാത്യ സംസ്കാരവുമായി എനിക്ക് നേരിട്ടാണ് ബന്ധമുള്ളത്. അപ്പൊ ഞാൻ അത് കണ്ടിട്ട് അത് എൻ്റെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമായി മാറ്റി. ഇവിടെ ഓംലെറ്റ് കുക്ക് ചെയ്യുന്ന ഞാൻ വീട്ടിൽ പോയി ചിലപ്പം ഓംലെറ്റ് കുക്ക് ചെയ്ത് കൊടുക്കാം അല്ലെ, എൻ്റെ മുതലാളി തന്ന പഴയ വസ്ത്രങ്ങൾ ധരിക്കാം.
അതാണ് ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത്. പാശ്ചാത്യ സംസ്കാരവുമായി നേരിട്ട് സമ്പർക്കത്തിൽ നിന്നും ആ സംസ്കാരം ഉൾക്കൊള്ളുകയും അതൊരു ഉപസംസ്കാര രീതിയായി മാറുകയും ചെയ്തു. ഉപസംസ്കാരം എന്താണ്? നമ്മൾ കൾച്ചർ ഭാഗത്തിൽ പഠിച്ചിട്ടുണ്ട്. ഹിപ്പി കൾച്ചർ എന്നൊക്കെ പറയുന്നത് ഉപസംസ്കാരമാണ്. വലിയ ഒരു സംസ്കാരത്തിനകത്ത് കുറച്ച് ആൾക്കാർ ചേർന്ന് സമാനമായ രീതികൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഉപസംസ്കാരമായിട്ട് മാറുന്നു, അല്ലെ? അപ്പോൾ ഈ ജോലിക്കാരിയായ ഞാൻ ഇത് എൻ്റെ ഒരു ഉപസംസ്കാര രീതിയായിട്ട് ഉൾക്കൊള്ളുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആ ഒരു വിഭാഗമാണ്. രണ്ടാമത്തെ വിഭാഗം നേരിട്ട് സമ്പർക്കപ്പെടുന്നവരെ കണ്ട് പാശ്ചാത്യ രീതി സ്വീകരിക്കുന്ന ഒരു വിഭാഗം. അപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് മോളുണ്ട്, മോനുണ്ട്, എൻ്റെ ഭർത്താവുണ്ട്. അപ്പൊ ഞാൻ ഈ സായിപ്പ് തന്ന പഴയ ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ എൻ്റെ മോൾക്കും ഒരു ആഗ്രഹം അതുപോലെ ഒരു ഉടുപ്പ് വേണം എന്ന്. അപ്പൊ അവളും ചിലപ്പം എന്ത് ചെയ്യാം, ഒരു തയ്യക്കടയിൽ പോയിട്ട് എൻ്റെ ഉടുപ്പ് കാണിച്ചിട്ട് എനിക്ക് ഇതുപോലെ ഒരു ഉടുപ്പ് വേണം, അല്ലെങ്കിൽ എനിക്ക് സായിപ്പിന്റെ വീട്ടിൽ നിന്ന് തന്ന ഒരു പഴയ ഫോർക്ക് സ്പൂണ്, നമ്മളതൊന്നും ഉപയോഗിക്കില്ലായിരുന്നു, ഫോർക്കും സ്പൂണിനും സമാനമായിട്ടുള്ളത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാനത് വാങ്ങി ഞാനത് ഉപയോഗിക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മയെ കണ്ട്, അമ്മയ്ക്ക് പാശ്ചാത്യനുമായിട്ട് നേരിട്ട് സമ്പർക്കമുണ്ട്, എൻ്റെ അമ്മയെ കണ്ടിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ജീവിത രീതി ഉൾക്കൊള്ളുന്നത്. അപ്പൊ നേരിട്ട് സമ്പർക്കപ്പെടുന്നവരെ കണ്ട് പാശ്ചാത്യ രീതി സ്വീകരിക്കുന്ന മറ്റൊരു വിഭാഗമാണ്. അതാണ് രണ്ടാമത്തെ തലം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ തലം എന്ന് പറയുന്നത് പാശ്ചാത്യ സംസ്കാരത്തിന്റെ ബാഹ്യരൂപങ്ങൾ അനുകരിക്കുന്ന വലിയൊരു വിഭാഗം. അതായത് ബാഹ്യരൂപം എന്ന് പറയുമ്പോൾ ഇപ്പോൾ എന്നെയും എൻ്റെ അമ്മയെയും എന്നെ പോലെ അനുകരിക്കുന്ന പലരെയും കണ്ടുകൊണ്ട് പുറത്ത് കാണുന്ന സമൂഹങ്ങൾ, ഞാൻ ആ വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നു, ഞാൻ സായിപ്പിന്റെ കൂട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നു, അതൊക്കെ കണ്ട് അനുകരിക്കുന്ന ഒരു വലിയ വിഭാഗം. ആ മൂന്നാമത്തെ അനുകരണം ചിലപ്പോൾ മാധ്യമങ്ങളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പത്രങ്ങളിൽ, എന്താ പറയുക, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിനിമ കാണുമ്പോഴായിരിക്കാം. അങ്ങനെ ഒക്കെ വലിയ വിശാലമായ രീതിയിൽ വലിയൊരു വിഭാഗം അതിനെ അനുകരിക്കുന്നു. മനസ്സിലായല്ലോ? അങ്ങനെ മൂന്ന് തലത്തിലാണ് എന്ത് സംഭവിക്കുന്നത്, ഈ പാശ്ചാത്യവൽക്കരണം സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തത് ചുരുക്കി പറഞ്ഞാൽ നേരിട്ട് സമ്പർക്കമുള്ളത്. രണ്ടാമത്തെ എന്താണ്, ആ നേരിട്ട് സമ്പർക്കമുള്ള ആളുകളുമായി സമ്പർക്കപ്പെടുന്നവരാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേതെന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ ഒരു വിഭാഗമാണ്, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ കണ്ട് അത് അനുകരിക്കുന്ന ഒരു വലിയ വിഭാഗം. അത് മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു സംസ്കാരം, എൻ്റെ ഒരു ഉപസംസ്കാരം സ്പ്രെഡായി അത് മറ്റു ജനങ്ങളും അനുകരിക്കുന്നതായിരിക്കാം. അങ്ങനെ മൂന്ന് തലങ്ങളിലാണ് ഈ പാശ്ചാത്യവൽക്കരണം ഇന്ത്യയിൽ ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത്. ഇനി ഈ പാശ്ചാത്യ ആശയങ്ങൾ നമ്മൾ എടുത്തത് നമ്മുടെ സാങ്കേതിക വിദ്യയുടെ മേഖലയിലുണ്ട്, വസ്ത്രങ്ങൾ, നമ്മുടെ ഭക്ഷണ രീതികൾ, ഇവയെല്ലാം തന്നെ എന്ത് പാശ്ചാത്യവൽക്കരണം സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മുടെ കലകളെ, ഇന്ത്യൻ കലകളെ പോലും പാശ്ചാത്യവൽക്കരണം സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഉദാഹരണം കിടപ്പുണ്ട്. ഞാൻ ഈ ഗ്രീൻ ടിക്ക് ഇരിക്കുന്ന കണ്ടല്ലോ, എസ്സേ ചോദിക്കുവാണെങ്കിൽ ഇതൊക്കെ തന്നെ എഴുതിയാൽ മതിയാവും. പിന്നെ ചിലപ്പോൾ ഈ ടിക്കില്ലാതെ ഈ ബ്രാക്കറ്റ് കിടക്കുന്നുണ്ട് കുറച്ച്, അതൊക്കെ ചിലപ്പോൾ ചെറിയ മാർക്കിനൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ എസ്സേ എഴുതുമ്പം അതൊന്നും കയറി എഴുതണം എന്ന് ഇല്ല. ഇനി ഇന്ത്യൻ കലകളെയും പാശ്ചാത്യവൽക്കരണം എന്ന ആശയം സ്വാധീനിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പറയുന്നത്, പണ്ടത്തെ പല ചിത്രകാരന്മാരുടെ കാര്യവും എഴുത്തുകാരുടെ കാര്യവും ഒക്കെ പറയുന്നുണ്ട്. രവിവർമ്മ, ടാഗോർ, ചന്തുമേനോൻ, ബങ്കിം ചന്ദ്ര ചതോപാധ്യായ തുടങ്ങിയ എഴുത്തുകാരുടെ എഴുത്തുകൾ ഇങ്ങനെ സ്വാധീനം ലഭിച്ചവയാണ്. തുടങ്ങിയ എഴുത്തുകാർ ഇങ്ങനെ സ്വാധീനം ലഭിച്ചവരാണ്. അവരുടെ എഴുത്തുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൽ പാശ്ചാത്യ സ്വാധീനവും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പരമ്പരാഗത സ്വാധീനവും ഉണ്ട്. അതിന് ഒരു ഉദാഹരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ബ്ലാക്കിനകത്ത് കിടക്കുന്നുണ്ട്. രാജാ രവിവർമ്മ വരച്ച 1870 വരച്ച ഒരു ചിത്രം, പാലാട്ട് കൃഷ്ണമേനോന്റെ ഒരു കുടുംബ ഛായാചിത്രം വരയ്ക്കുവാനായിട്ട് രവിവർമ്മ ചിത്രം വരയ്ക്കുകയും ആ ചിത്രത്തെ നോക്കിക്കഴിഞ്ഞാൽ സൂട്ടും കോട്ടും ഒക്കെ ഇട്ടുകൊണ്ട് ഒരു പാശ്ചാത്യ സ്വാധീനമുള്ള ഒരു വലിയ കുടുംബമായാണ് രാജാ രവിവർമ്മ ഈ പാലാട്ട് കൃഷ്ണമേനോന്റെ കുടുംബത്തിന്റെ ചിത്രം വരയ്ക്കുന്നത്. അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രവിവർമ്മ ചിന്തിച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ കോട്ടും സൂട്ടും ഒക്കെ ഇട്ടുകൊണ്ട്, ഷൂ ഒക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു ചിത്രമാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ പടം ഉണ്ടായിരിക്കും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് എല്ലാവരും ആ ചിത്രം കൂടെ ഒന്ന് നോക്കുക. കിഴക്കേ പാലാട്ട് കൃഷ്ണമേനോന്റെ കുടുംബചിത്രം എന്ന് പറഞ്ഞിട്ട്, ഇതിനകത്ത് അങ്ങനത്തെ ഒരു പടം അല്ല ഇരിക്കുന്നത്. കിഴക്കേ പാലാട്ട് മേനോന്റെ കുടുംബചിത്രം, ഇതിൽ കോട്ടും സൂട്ടും അല്ല.
ഓക്കെ, ഇനിയും ഇത് അദ്ദേഹത്തിന്റെ പരമ്പരാഗത ഒരു ജീവിത രീതിയാണ്. ശരിക്ക് രാജാ രവിവർമ്മ വരച്ച പടം അല്ല ഇതെന്നാണ് തോന്നുന്നത്. രാജാ രവിവർമ്മ വരച്ച പടത്തിനകത്ത് പാശ്ചാത്യ സ്വാധീനമുള്ള വലിയ പടമായിരുന്നു. അപ്പൊ അത് നിങ്ങളൊന്ന് ഓർത്തു വെക്കുക. കുടുംബ ഛായാചിത്രത്തിൽ പാശ്ചാത്യ സ്വാധീനം കാണാൻ സാധിക്കുമായിരുന്നു. ഈ പടത്തിനകത്ത്, ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പടത്തിനകത്ത് അങ്ങനെ ഒരു പാശ്ചാത്യ സ്വാധീനമൊന്നും ഇല്ല. ഡ്രസ്സ് ധരിക്കാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. ഇനി സമകാലിക സമൂഹത്തിലെ തലമുറകൾ തമ്മിലുള്ള വിടവിനും പ്രധാന കാരണം പാശ്ചാത്യവൽക്കരണമാണ്. അതായത് പരമ്പരാഗത തലമുറകൾ, പഴയ തലമുറകൾ പരമ്പരാഗത ആശയങ്ങൾ കടിച്ചു തൂങ്ങി കിടക്കുമ്പോൾ ആധുനിക തലമുറ എന്ത് ചെയ്യുന്നു? പുതിയ പാശ്ചാത്യവൽക്കരണത്തിന്റെ പുറകെ പോകുകയും അവർ തമ്മിൽ, പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലൊരു ജനറേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു തലമുറകൾ തമ്മിലുള്ള വിടവ് ഉണ്ടാകുന്നു. അതിന് കാരണവും എന്താണ്? പാശ്ചാത്യവൽക്കരണമാണ്. ചിലപ്പോൾ അത് ഒരു മാർക്കിന് ചോദിക്കാം. തലമുറകൾ തമ്മിലുള്ള വിടവിന് പ്രധാന കാരണം പാശ്ചാത്യവൽക്കരണമാണ്. മറക്കത്തില്ലല്ലോ അത്. ഈ ഉദാഹരണം എസ്സേ എഴുതുമ്പോൾ എഴുതണ്ട, ഗ്രീനിൽ ടിക്കിട്ടിരിക്കുന്നത് മാത്രം എസ്സേ എഴുതുമ്പോൾ എഴുതുക. ഓക്കെ, അപ്പൊ ഇത്രയും മതി ഒരു പാശ്ചാത്യവൽക്കരണം എന്ന് പറഞ്ഞൊരു എസ്സേ ചോദിക്കുവാണെങ്കിൽ എഴുതേണ്ടത്. ഇനി അതിനകത്ത് തന്നെ ഒരു ചെറിയ ചോദ്യമുണ്ട്. എം.എൻ. ശ്രീനിവാസൻ പറയുന്നു താഴ്ന്ന ജാതികൾ സംസ്കൃതവൽക്കരിക്കപ്പെടുന്നു, എന്നാൽ ഉയർന്ന ജാതികൾ പാശ്ചാത്യവൽക്കരിക്കുവാൻ നോക്കുന്നു എന്ന്. അപ്പൊ അത് ശരിയാണോ എന്നുള്ള ഒരു വിശകലനമാണ് നമ്മളിവിടെ നടത്തുന്നത്. എസ്സേ എഴുതുമ്പോൾ ഇത് എഴുതണ്ട. അപ്പോ എം.എൻ. ശ്രീനിവാസൻ പറയുന്നത് താഴ്ന്ന ജാതികൾക്ക് അവര് താഴ്ന്നു പോയത് കൊണ്ടുള്ള പ്രശ്നമാണ്, അതുകൊണ്ട് അവര് എന്ത് ചെയ്യുന്നു? സംസ്കൃതവൽക്കരണത്തിലേക്കാണ് പോകുന്നത്, ഉയർന്ന ജാതി ആകുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. എന്നാൽ ഉയർന്ന ജാതികൾ പാശ്ചാത്യവൽക്കരണത്തിലേക്ക് നീങ്ങുന്നു എന്നാണ്. കാരണം അവർക്ക് സ്ഥാനം സമൂഹത്തിലുണ്ട്. അപ്പൊ അവർക്ക് ബ്രിട്ടീഷുകാരുടെ കാര്യങ്ങളാണ് അവർക്ക് അനുകരിക്കേണ്ടത്, അതുകൊണ്ട് അവർ പാശ്ചാത്യവൽക്കരണത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് ഇങ്ങനെ പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം കേരളത്തിലെ തീയർ ഇതിനായി ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തീയര് പാശ്ചാത്യവൽക്കരണത്തിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. തീയർ എന്ന് പറയുന്ന ഒരു വിഭാഗം പണ്ട് താഴ്ന്ന ജാതികൾ എന്ന് കരുതിയിരുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ ഈ തീയന്മാര് എന്ത് ചെയ്യുമായിരുന്നു? പാശ്ചാത്യവൽക്കരണത്തിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. തീയരിലെ വരേണ്യവർഗം, പൈസയുള്ള വരേണ്യവർഗം ബ്രിട്ടീഷ് സംസ്കാരം കൈക്കൊള്ളുവാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതുകൊണ്ട് എം.എൻ. ശ്രീനിവാസൻ പറയുന്ന താഴ്ന്ന ജാതികൾ സംസ്കൃതവൽക്കരിക്കപ്പെടുന്നു എന്നും ഉയർന്ന ജാതികൾ പാശ്ചാത്യവൽക്കരിക്കാൻ നോക്കുന്നു എന്നുള്ളതും കേരളത്തിന്റെ കേസിൽ ശരിയായി കൊള്ളണമെന്ന് ഇല്ല. ഈ ഒരു ഉദാഹരണം നമ്മുടെ ഗയാടെ ബുക്കിനകത്തുണ്ട്. അത് NCERTയുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ചെറിയ മാർക്കിന് നിങ്ങളൊന്ന് ആശയം വായിച്ചു വയ്ക്കുക, എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. അടുത്തത്, അപ്പൊ നമ്മുടെ പാശ്ചാത്യവൽക്കരണം കഴിഞ്ഞു. പാശ്ചാത്യവൽക്കരണം എന്താണ്? അപ്പോ 150 വർഷക്കാലമായിട്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചത് വഴി നമ്മുടെ ഈ സംസ്കാരത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയ മാറ്റങ്ങളെയൊക്കെയാണ് എന്ത് പറയുന്നത്? പരമായി ഇന്ത്യൻ സമൂഹത്തിലും സംസ്കാരത്തിലും ഉണ്ടായ മാറ്റങ്ങളെയാണ് പാശ്ചാത്യവൽക്കരണം എന്ന് പറയുന്നത്. സാങ്കേതിക വിദ്യയിലും നമ്മുടെ മൂല്യങ്ങളിലും നമ്മുടെ കലകളിലും ഒക്കെ പാശ്ചാത്യവൽക്കരണം നമുക്ക് കാണാൻ സാധിക്കുന്നു. പാശ്ചാത്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഒരു അനുകരണമാണ്. പിന്നെ നമ്മൾ പാശ്ചാത്യവൽക്കരണത്തിന് 3 തലങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ തലങ്ങളെ നമ്മൾ വിശകലനം ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ചിത്രകാരന്മാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ എം.എൻ. ശ്രീനിവാസൻ പറയുന്ന ഈ ഒരു കാര്യവും പറഞ്ഞു. ഇത് എസ്സേ എഴുതുമ്പോൾ അത് എഴുതണമെന്നില്ല. ഇനിയും അപ്പോൾ പാശ്ചാത്യവൽക്കരണം കഴിഞ്ഞു. അടുത്ത ആശയമാണ് ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. ആധുനികവൽക്കരണം, ആധുനികവൽക്കരണത്തിനകത്ത് മോഡേണൈസേഷൻ എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു സമൂഹം സാങ്കേതിക വിദ്യയിലും ആശയങ്ങളിലും മൂല്യങ്ങളിലും ചിന്തകളിലും ആധുനികമായി മാറുന്ന പ്രക്രിയയാണ് ആധുനികവൽക്കരണം. മറ്റതെന്താണ്? പാശ്ചാത്യ ജീവിത രീതികൾ അനുകരിക്കുന്നു. ഇവിടെ ആധുനികവൽക്കരണം എന്താണ്? ഒരു സമൂഹം സാങ്കേതിക വിദ്യയിലും ആശയങ്ങളിലും മൂല്യങ്ങളിലും ചിന്തകളിലും ആധുനികമാകുന്ന പ്രക്രിയയാണ് ആധുനികവൽക്കരണം. ഇനി പരമ്പരാഗത സമൂഹത്തിൽ നിന്നും പരിഷ്കൃത സമൂഹത്തിലേക്കുള്ള ഒരു മാറ്റമാണ് ഇതെന്ന് വേണമെങ്കിലും പറയാം. പരമ്പരാഗത സമൂഹത്തിൽ നിന്നും പരിഷ്കൃത സമൂഹത്തിലേക്കുള്ള മാറ്റം. ഇനി ഇത് തുടങ്ങിയത് എപ്പോഴാണ്? ബ്രിട്ടീഷുകാരുടെ കാലത്ത് തന്നെയാണ് ഈ ഒരു ആശയം, ഈ ഒരു ആധുനികവൽക്കരണം തുടങ്ങിയത്. അപ്പൊ ഇത് പാരമ്പര്യത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ആധുനികവൽക്കരണം എന്ന് പറയുന്നത് പാരമ്പര്യത്തിന്റെ നേരെ വിപരീതമാണ്. മനസ്സിലായല്ലോ? അപ്പോ ആധുനികവൽക്കരണത്തിന്റെ സവിശേഷതകൾ എന്ത് എന്ന് നമുക്കൊന്ന് നോക്കാം.
അപ്പോൾ ഒന്നുകൂടെ പറയാം, ഒരു സമൂഹം സാങ്കേതിക വിദ്യയിലും ആശയങ്ങളിലും മൂല്യങ്ങളിലും ചിന്തകളിലും ആധുനികമാകുന്ന പ്രക്രിയയാണ് ആധുനികവൽക്കരണം. എല്ലാം ഓർക്കാൻ വയ്യെങ്കിൽ ഒരു വലിയ സമൂഹം ആധുനികമായി മാറുന്ന പ്രക്രിയയാണ് ആധുനികവൽക്കരണം എന്ന് ഓർത്തു വെച്ചാലും മതി. പരമ്പരാഗത സമൂഹത്തിൽ നിന്നും പരിഷ്കൃത സമൂഹത്തിലേക്കുള്ള മാറ്റമാണിത്. ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ഇത് ആരംഭിക്കുന്നത്. ഇത് പാരമ്പര്യത്തിന്റെ നേർ വിപരീതമാണ്. ആധുനികവൽക്കരണത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം നോക്കാം. ഇത് ശാസ്ത്രീയതയ്ക്ക് പ്രാധാന്യം നൽകുന്നു. ശാസ്ത്രത്തിനാണ് പ്രാധാന്യം, അന്ധവിശ്വാസത്തിനും പാരമ്പര്യത്തിനും ഒന്നും പ്രാധാന്യം നൽകുന്നില്ല. മറിച്ച് എന്തിന് പ്രാധാന്യം നൽകുന്നു? ശാസ്ത്രീയതയ്ക്ക് പ്രാധാന്യം നൽകുന്നു എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തത്, അപ്പൊ ഇതിനകത്ത് തന്നെ ഒരുപാട് വലിയ വലിയ ആശയങ്ങളൊക്കെ ഉണ്ട്. പണ്ടുണ്ടായിരുന്ന യുക്തിയില്ലായ്മ, വികാരത്തിന് അടിമപ്പെടുക, പവിത്രത എന്നൊക്കെയുള്ള ആശയങ്ങൾ, അതിനൊന്നും നമ്മൾ വില കൊടുക്കുന്നില്ല. അതിനേക്കാൾ ഉപരിയായിട്ട് ശാസ്ത്രീയതയ്ക്ക് നമ്മൾ, ശാസ്ത്രത്തിനും അതുപോലെ തന്നെ യൂട്ടിലിറ്റിക്കുമൊക്കെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. രണ്ടാമത്തത് സാർവദേശീയ വീക്ഷണങ്ങൾ. സാർവദേശീയ വീക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? ചുരുങ്ങിയ ചിന്താഗതി, സങ്കുചിത ചിന്താഗതി വിട്ടുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീക്ഷണമാണ് സാർവദേശീയ വീക്ഷണം എന്ന് പറയുന്നത്. സങ്കുചിത ചിന്താഗതിക്ക് ഓപ്പോസിറ്റ് ആണ് എന്ത്? സാർവദേശീയ വീക്ഷണം എന്ന് പറയുന്നത്. കോസ്മോപൊളിറ്റൻ മനോഭാവം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ സാർവദേശീയ വീക്ഷണങ്ങൾ കോസ്മോപൊളിറ്റൻ മനോഭാവവും വച്ചു പുലർത്തുന്നു. കോസ്മോപൊളിറ്റൻ മനോഭാവത്തിൽ എല്ലാ സംസ്കാരത്തിനെയും ഉൾക്കൊള്ളുന്നുണ്ട്. എന്റെ സംസ്കാരം മാത്രം നല്ലതെന്നല്ല, എല്ലാ സംസ്കാരത്തിനെയും ഉൾക്കൊള്ളുകൊണ്ടുള്ള ഒരു വലിയ വീക്ഷണമാണ് കോസ്മോപൊളിറ്റൻ മനോഭാവം എന്ന് പറയുന്നത്. അപ്പൊ ആധുനികവൽക്കരണത്തിന്റെ സവിശേഷത: 1, ശാസ്ത്രീയതയ്ക്ക് പ്രാധാന്യം നൽകുന്നു. 2, സാർവദേശീയ വീക്ഷണങ്ങളും കോസ്മോപൊളിറ്റൻ മനോഭാവവും വച്ചു പുലർത്തുന്നു. 3, വ്യക്തിയെയാണ് പ്രധാനമായി കാണുന്നത്, സംഘത്തിനെ അല്ല. പരമ്പരാഗത സമൂഹങ്ങൾ സംഘത്തിന് പ്രാധാന്യം നൽകുന്നു. ആധുനികവൽക്കരണം എന്തിന് പ്രാധാന്യം നൽകുന്നു? വ്യക്തിക്ക് പ്രാധാന്യം നൽകുന്നു. പിന്നെ 4, ഒരു സംഘടനയുടെയും അംഗത്വം ജനനം നിർണയിക്കരുത്. അതായത് ഒരു ജാതി സംഘടനയുടെയോ അല്ലെങ്കിൽ ഒരു വർഗ സംഘടനയുടെയോ ഒന്നും അംഗത്വം ജനനം നിർണയിക്കാൻ പാടില്ല. ജനനം എന്തായിരിക്കണം? നമ്മൾ എവിടെ ജനിക്കുന്നു, എന്നിട്ട് നമ്മൾ ആരാകണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, നമ്മൾ ഏത് സംഘടന, ഏത് ജാതിയുടെ അംഗമാണ്, അല്ലെങ്കിൽ ഉയർന്നവനാണോ താഴ്ന്നതാണോ എന്നൊക്കെ നിർണയിക്കുന്നത് മനുഷ്യനായിരിക്കണം. ഒരു സംഘടനയുടെയും അംഗത്വം ജനനം ഒരിക്കലും നിർണയിക്കാൻ പാടില്ല. എൻ്റെ അച്ഛൻ ഇന്നതായതുകൊണ്ട് ഞാൻ ഈ ജാതിയിൽ അംഗം എന്ന് നിർണയിക്കാൻ പാടില്ല. അത് മനുഷ്യൻ സ്വയം തിരഞ്ഞെടുക്കണം ജനനശേഷം. ഒരാളുടെ സത്വം തിരഞ്ഞെടുക്കുന്നതാവണം. ഞാൻ ആര് എന്നുള്ളത് ഞാൻ തിരഞ്ഞെടുക്കണം. 4ഉം 5ഉം സമാനമാണ്. ഇനി 6ാമത്തത് ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിൽ. ആധുനിക ആശയമാണ് ബ്യൂറോക്രാറ്റിക് സംവിധാനം. കുടുംബം, താമസസ്ഥലം, സമുദായം എന്നിവ തൊഴിലിൽ നിന്നും വേറിട്ട് നിൽക്കണം. അതിനൊരു വേർതിരിവ് എന്തായാലും വേണം. തൊഴിൽ വേറെ, കുടുംബവും താമസ സ്ഥലവും സമുദായവും ഒക്കെ മാറിയുള്ള ഒരു ആശയങ്ങളായിരിക്കണം എന്നാണ് പറയുന്നത്. തൊഴിലിനെ മറ്റുള്ളവയിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് എന്നാണ് എന്ത് പറയുന്നത്? ആധുനികവൽക്കരണം പറയുന്നത്. കാരണം ആധുനികവൽക്കരണം വ്യവസായവൽക്കരണത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടൊക്കെ ഉള്ളതാണ്. അപ്പം ബ്യൂറോക്രാറ്റിക് സംവിധാനമൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പൊ അതിന് ശരിയായിട്ട് ബ്യൂറോക്രാറ്റിക് സംവിധാനത്തിന് പ്രവർത്തിക്കണമെങ്കിൽ തൊഴിലിനെ കുടുംബവും താമസ സ്ഥലവും സമുദായവുമായി മാറ്റി നിർത്തേണ്ടതുണ്ട്. ഇനി മനുഷ്യന്റെ പരിസ്ഥിതിയോടുള്ള മനോഭാവം നയിക്കേണ്ടത് വിധി, അന്ധവിശ്വാസങ്ങൾ അല്ല, മറിച്ച് ശാസ്ത്രീയ ജ്ഞാനമായിരിക്കണം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയെ എങ്ങനെ നോക്കിക്കാണണം എന്നത് നിർണയിക്കേണ്ടത് ശാസ്ത്രീയ ജ്ഞാനമായിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഇന്ത്യയിൽ ആധുനികതയും പാരമ്പര്യവും കെട്ടുപിണഞ്ഞു കിടക്കുന്നു വിവരിക്കുക. ഇന്ത്യയിൽ ആധുനികതയും പാരമ്പര്യവും കെട്ടുപിണഞ്ഞു കിടക്കുന്നു, ശരിയാണോ എന്നുള്ളത് അതിന്റെ ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു ലാസ്റ്റ് പാരഗ്രാഫിൽ. നാം ചെയ്യുന്ന ജോലി, നമ്മുടെ വിവാഹം, നമ്മൾ ആരെ വിവാഹം കഴിക്കണം, നമ്മുടെ മതവിശ്വാസം, ഇതൊന്നും തന്നെ നാം തിരഞ്ഞെടുക്കുന്നതൊന്നുമല്ല, അല്ലെ? പാരമ്പര്യത്തിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇപ്പോഴും തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ശാസ്ത്രീയ അറിവും മതേതര ജനാധിപത്യ വ്യവസ്ഥയും ഒക്കെ ഉണ്ട്. അപ്പൊ രണ്ടും നാം ഒന്നിച്ചു കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആധുനികതയും പാരമ്പര്യത്തെയും കൂടെ ചേർത്തുകൊണ്ടാണ് നാം മുന്നോട്ട് പോകുന്നത്. അതായത് ആധുനികതയും പാരമ്പര്യവും ഇടകലർന്ന് ഇന്ത്യൻ സംസ്കാരം മുന്നേറുന്നു എന്നുള്ളതാണ്.
അപ്പൊ ഇത് ഇതുവരെയും ചോദിച്ചിട്ടില്ല, പക്ഷെ ഒരു 3 മാർക്കിനായാലും ചോദിച്ചാൽ എഴുതാം. ഇന്ത്യയിൽ ആധുനികതയും പാരമ്പര്യവും കെട്ടുപിണഞ്ഞു കിടക്കുന്നു, വിവരിക്കുക. അപ്പൊ എന്ത് പറയാ, നമ്മുടെ മതവിശ്വാസങ്ങള്, നമ്മുടെ വിവാഹം, നാം ചെയ്യുന്ന ജോലി, അല്ലെങ്കിൽ നാം ചിന്തിക്കുന്ന രീതികളൊക്കെ ഒരു പരിധിവരെ നമ്മുടെ പാരമ്പര്യമാണ് നിർണയിക്കുന്നത്. എന്നാൽ നമുക്ക് ശാസ്ത്രീയ അറിവുമുണ്ട്, നമ്മൾ ജനാധിപത്യ ആശയം, മതേതര വ്യവസ്ഥയൊക്കെ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്കാർ ഇതിന് രണ്ടിനെയും കൂടെ ഒന്നിച്ച്, പാരമ്പര്യത്തിനെയും കളയുന്നില്ല, എന്നാൽ ആധുനികതയും നമ്മൾ കളയുന്നില്ല, രണ്ടിനെയും നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയാം. അപ്പോൾ പാശ്ചാത്യവൽക്കരണം കഴിഞ്ഞു, ആധുനികവൽക്കരണം കഴിഞ്ഞു. ഇനി അവസാനത്തെ ഭാഗമാണ് മതേതരവൽക്കരണം. മതേതരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താ? സെക്യുലറൈസേഷൻ. മതത്തിന്റെ സ്വാധീനം കുറയുന്ന പ്രക്രിയയാണ് പാശ്ചാത്യ ലോകത്ത് മതേതരവൽക്കരണം എന്ന് പറയുന്നത്. സെക്യുലറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തും മതത്തിന് സ്വാധീനമില്ല, ആ മതത്തിന്റെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു പോകുക. നാം ഏത് മതക്കാരനാണ് എന്നുള്ളത് നമ്മെ സംബന്ധിച്ചൊരു വലിയ കാര്യം അല്ലാതാകുക. ഒരു സമൂഹത്തിൽ മതത്തിന്റെ സ്വാധീനം കുറയുന്ന രീതിയാണ് മതേതരവൽക്കരണം എന്ന് പറയുന്നത്. മതേതരവൽക്കരണത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മതസ്ഥാപനങ്ങളിൽ നിന്നുള്ള പിൻവാങ്ങൽ. ഞാൻ മതേതരവൽക്കരണത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സമൂഹം അങ്ങനെ മതേതരവൽക്കരണത്തിലേക്ക് പോകുവാണെങ്കിൽ നമ്മൾ മതസ്ഥാപനങ്ങളിൽ ഒന്നും അംഗമാകുന്നില്ല, അവിടെ നിന്നൊക്കെ അംഗത്വം പിൻവലിക്കുന്നു. മതസംഘടനകളുടെ സ്വാധീനം സമൂഹത്തിൽ കുറയുക. അതുപോലെ ജനങ്ങളുടെ മതവിശ്വാസങ്ങളിലെ കുറവ് ഒക്കെ എന്താണ്? മതേതരവൽക്കരണത്തിന്റെ സവിശേഷതകളാണ്, അല്ലെങ്കിൽ അതിന്റെ സൂചികകളാണെന്ന് പറയാം. മതേതരവൽക്കരണം ഒരു സ്ഥലത്തുണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ മതസ്ഥാപനങ്ങൾക്ക് പ്രാധാന്യമില്ലാതാകുക, മതസംഘടനകളുടെ സ്വാധീനം കുറയുക, ജനങ്ങളുടെ മതവിശ്വാസങ്ങളിലുള്ള കുറവും മതേതരവൽക്കരണത്തിന്റെ സൂചികകളാണ്, അല്ലെങ്കിൽ സവിശേഷതകളാണ്. മനസ്സിലായല്ലോ? മതത്തിന്റെ സ്വാധീനം കുറയുന്ന പ്രക്രിയയാണ് മതേതരവൽക്കരണം എന്ന് പറയുന്നത്. ഇനി സ്വാഭാവികമായിട്ടും ആധുനികതയും പാശ്ചാത്യവൽക്കരണവും ഒക്കെ ഉണ്ടാകുമ്പോൾ മതസ്വാധീനം കുറയുന്നോ എന്നാണ് അടുത്തൊരു ചോദ്യം. അപ്പൊ അതിനൊരു ഉത്തരം നമുക്ക് പറയാം, പരിപൂർണമായും കുറയുന്നില്ല. അപ്പുറത്ത് നമ്മൾ ആധുനികതയും പാരമ്പര്യവും നമ്മൾ ഒന്നിച്ചു കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ മതേതരവൽക്കരണത്തിന്റെ കാര്യവും പരിപൂർണമായിട്ടും സ്വാധീനം കുറയുന്നില്ല. പുതിയ മതപരിഷ്കരണ സംഘടനകൾ ഉണ്ടായി. മതം ഉപയോഗിച്ച് വിവാഹ ചടങ്ങുകൾ നാം ഗംഭീരമാക്കുന്നു. സാമ്പത്തിക ശേഷി കാണിക്കാൻ വിവാഹ ചടങ്ങുകളിൽ മത ആചാരങ്ങൾ നാം ആർഭാടമാക്കുന്നു. നമ്മൾ ആർഭാടമാക്കുന്ന വിവാഹ ചടങ്ങുകളൊക്കെ നമ്മുടെ മതവുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ നമ്മൾ മതത്തിനോട് സ്നേഹം കൂടിയിട്ടായിരിക്കില്ല അത് ആർഭാടമാക്കുന്നത്. ആ വിവാഹ ചടങ്ങുകൾ നാം ആർഭാടമാക്കുന്നത് നമ്മുടെ സാമ്പത്തിക ശേഷി മറ്റുള്ളവരെ കാണിക്കാനാണ്. അപ്പൊ എവിടെയോ മതത്തിന്റെ പേരിൽ നാം നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ശേഷി കാണിക്കുവാൻ ശ്രമിക്കുന്നു. പണ്ട് മതാചാരങ്ങൾ അങ്ങനെ അല്ലായിരുന്നു. മതാചാരങ്ങൾ മതം അനുഷ്ഠിക്കുന്ന ഓരോ മതക്കാരും അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ അത് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആധുനിക സമൂഹത്തിലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. മതസ്വാധീനം പൂർണ്ണമായും കുറയുന്നില്ല. മതത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സാമ്പത്തിക ശേഷികൾ കാണിക്കുവാനായിട്ട് വിവാഹങ്ങൾ ഗംഭീരമാക്കുന്നു. അതുപോലെ തന്നെ മതപരിഷ്കരണ സംഘടനകളൊക്കെ സമൂഹത്തിൽ ഉണ്ട് എന്നാണ്. ഇനി അവസാനം ഒരു ആശയം കൂടിയുണ്ട്, ജാതിയുടെ മതേതരവൽക്കരണം എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ചാല് പരമ്പരാഗത ശുദ്ധ അശുദ്ധ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരമ്പരാഗത ജാതി നിലനിന്നിരുന്നത്. പരമ്പരാഗത ജാതി വ്യവസ്ഥ ശുദ്ധ അശുദ്ധ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷെ ഇന്ന് ഈ തരത്തിലുള്ള ശുദ്ധ അശുദ്ധ സങ്കല്പം ഒന്നുമില്ല. ജാതി എന്ത് ചെയ്യുന്നു? ജാതി അവരുടെ ആവശ്യങ്ങൾ എന്തിനൊക്കെയോ വേണ്ടിയാണ് ജാതി ഇപ്പോൾ നിലനിൽക്കുന്നത്. മതപരമായിട്ടുള്ള ജാതിയുടെ കാഴ്ചപ്പാടുകളൊക്കെ കുറവായിക്കൊണ്ടിരിക്കുകയും മറ്റെന്തൊക്കെയോ നേടുന്നതിനായിട്ട് രാഷ്ട്രീയ സമ്മർദ്ദ ഗ്രൂപ്പുകളായിട്ട് ജാതി പ്രവർത്തിക്കുന്നു. രാഷ്ട്രീയ സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞാൽ ആ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ പല ആവശ്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയമായി സമ്മർദ്ദം ചെലുത്തുവാനാണ് ഇന്ന് മതസംഘടനകളും മതവുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങളുമൊക്കെ ശ്രമിക്കുന്നത്. ജാതി സംഘടനകൾ, ജാതി പാർട്ടികൾ തങ്ങളുടെ ആവശ്യം നേടാൻ രാഷ്ട്രത്തിന് മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതാണ് എന്ത് സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ സമ്മർദ്ദ ഗ്രൂപ്പ് പഠിച്ചിട്ടുണ്ട്. സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്ത് സ്വന്തം ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒരു വിഭാഗം പ്രവർത്തിക്കുമ്പോഴത് സമ്മർദ്ദ ഗ്രൂപ്പ് ആകുന്നു. അപ്പൊ ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള സംഘടനകൾ അല്ലെങ്കിൽ ജാതി അടിസ്ഥാനമാക്കിയിട്ടുള്ള പാർട്ടികളൊക്കെ
വലിയ പാർട്ടിക്കകത്ത് അംഗങ്ങളാകുമ്പോൾ ആ ജാതിയുടെ ആവശ്യങ്ങൾ നേടുവാനായിട്ട് അവർ സമ്മർദ്ദ ഗ്രൂപ്പായിട്ട് മാറുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് NSSന്റെ പിന്നെ സുകുമാരൻ എന്ന് പറയുന്ന ആള് ഉൾപ്പെടുന്ന ഒരു NSSന്റെ ഒരു ഇതുണ്ടല്ലോ, ഇലക്ഷന്റെ സമയത്ത് ഇവരെന്ത് ചെയ്യും, ഞങ്ങൾ കോൺഗ്രസിന്റെ ഒപ്പമാണ്, ഞങ്ങൾ നിങ്ങളുടെ ഈ ആവശ്യങ്ങളൊക്കെ നേടിത്തരണം എന്ന് പറഞ്ഞ് അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ മുകളിൽ സമ്മർദ്ദം ചെലുത്തും. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശന്റെ പാർട്ടിയുമൊക്കെ നമുക്ക് അങ്ങനെ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുന്ന പാർട്ടികൾ, മതപരമായിട്ടുള്ള പാർട്ടികൾ എന്ന് പറയാം. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഇത് ജാതിയുടെ ധർമ്മത്തിലുള്ള മാറ്റമാണ്. അപ്പൊ ജാതി മറ്റെന്തിനൊക്കെയോ വേണ്ടി നാം ഉണ്ടാക്കി വെച്ചിരുന്നു അല്ലെ, ആ ഒരു ധർമ്മം മാറി ഇപ്പൊ മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് ജാതിയെ നാം ഉപയോഗിക്കുന്നു. ഇതിനെയാണ് ജാതിയുടെ മതേതരവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ ജാതിയിലും മതവുമായിട്ടുള്ള ജാതിയുടെ ബന്ധമൊക്കെ ഇപ്പോൾ അപ്രധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. ജാതിയുടെ അംഗങ്ങളുടെ മറ്റാവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനായിട്ട് രാഷ്ട്രത്തിന്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. അതിന് നമ്മൾ പ്രഷർ ഗ്രൂപ്പ് എന്ന് പറയും. ഓക്കെ, സമ്മർദ്ദ ഗ്രൂപ്പുകളായി ജാതികൾ മാറുന്നു. അപ്പൊ ഇത് ജാതിയുടെ ധർമ്മത്തിലുള്ള ഒരു മാറ്റമാണ്. അതിനെ നാം ജാതിയുടെ മതേതരവൽക്കരണം എന്ന് വിളിക്കുന്നു. അത് 3 മാർക്കിന് ചോദിക്കാം കേട്ടോ. എസ് ഇപ്പം മതേതരവൽക്കരണം ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും എഴുതണമെന്നില്ല. ഈ 3 പോയിന്റ് എഴുതുക. ആധുനികത വളരുമ്പോൾ മതസ്വാധീനം പൂർണ്ണമായും കുറയുന്നില്ല എന്ന് എഴുതാം. ജാതിയിൽ മതേതരവൽക്കരണം നടന്നിട്ടുണ്ട്, അത്രയും എഴുതിയാൽ മതി. 1, 2 ഇവിടെ എന്തെഴുതാം, ആധുനികത വളരുമ്പോൾ മതസ്വാധീനത പൂർണ്ണമായും കുറയുന്നില്ല, ജാതിയിൽ മതേതരവൽക്കരണവും നടക്കുന്നു, അത്രയും മതി. ഇത് സാധാരണ 8 മാർക്കിന് വേണമെങ്കിൽ പാശ്ചാത്യവൽക്കരണം, ആധുനികവൽക്കരണം, അതുപോലെ തന്നെ മതേതരവൽക്കരണം 3ഉം കൂടെ ചേർത്തുകൊണ്ട് 8 മാർക്കിന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ വളരെ കൃത്യമായിട്ട് അതിന് ഉത്തരം എഴുതണം, ചുരുക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ മതേതരവൽക്കരണം നമുക്ക് ചുരുക്കി ഒരു 3 പോയിന്റ് ആക്കുക, ആധുനികവൽക്കരണം ഒരു 4 പോയിന്റ്, പാശ്ചാത്യവൽക്കരണം ഒരു 4 പോയിന്റ് ആക്കുക. അങ്ങനെ വേണം വലിയ ഒരു എസ്സേ ചോദിച്ചാൽ എഴുതാൻ.